ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചാബിലാണുള്ളത്. 2 മണിക്കൂറത്തെ മഴ പഞ്ചാബിലെ റോഡുകളിലുണ്ടാക്കിയ വെള്ളക്കെട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക്. നമ്മുടെ ആലപ്പുഴയെക്കാട്ടിൽ കഷ്ടമാണ് പഞ്ചാബിൻ്റെ അവസ്ഥ. ഇവിടെ റോഡിൽ ഡ്രെയിനേജ് ഇല്ല പ്രോപ്പറായിട്ട്, അതുകൊണ്ട് പെയ്യുന്ന വെള്ളം അതുപോലെ തന്നെ റോഡിലോട്ട് വരും. പിന്നെ ഇവിടെയുള്ള ഓരോ റെസിഡൻഷ്യൽ സൊസൈറ്റികളുടെ ഉള്ളിലും വെള്ളക്കെട്ട് വരുന്നത് അവർ പമ്പ് ചെയ്ത് റോഡിലേക്ക് വിടും. എല്ലാം കൊണ്ടും അടിപൊളിയാണ് മഴയത്ത് പഞ്ചാബിൽ വണ്ടി ഓടിക്കാൻ. ഞാൻ കേരളത്തിൽ നിന്ന് പഞ്ചാബിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മഴയും വെള്ളപ്പൊക്കമൊന്നും കാണേണ്ടി വരത്തില്ല എന്ന്. പക്ഷേ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് നാടിനെ മിസ് ചെയ്യുന്നേ ഇല്ല. നമ്മുടെ ആലപ്പുഴയിലൊക്കെ വരുന്ന പോലെ വെള്ളക്കെട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ വെള്ളക്കെട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ നമുക്കൊരു കെയറൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നേരെ കയറ്റി വെള്ളത്തിലിറക്കി, വലിയ വണ്ടിയാണെങ്കിൽ കൊള്ളാം, ചെറിയ വണ്ടിയാണെങ്കിൽ കൊള്ളാം, നേരെ വെള്ളത്തിൽ കയറ്റിയിട്ടങ്ങ് ഓടിക്കും, പ്രശ്നമില്ല. അപ്പം അതിൻ്റെ ബാക്കി വിഷ്വൽസ് ഞാൻ ഈ വീഡിയോയുടെ പുറകെ ഇടുന്നതായിരിക്കും. ആക്ച്വലി ഈ റോഡുകളിൽ ഇങ്ങനെ വെള്ളം കിട്ടുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രെയിനേജ് ഇല്ലാത്തതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മഴ കൊണ്ട് തന്നെ റോഡുകൾ ഫുള്ള് തോടുകളാവും. അപ്പോൾ പിന്നെ റോഡിൽ കൂടെ പോകുന്ന അവസ്ഥ ഇതായിരിക്കും. ഈ റോഡിൽ വെള്ളത്തിൽ കൂടെ ഡെയിലി വണ്ടി ഇങ്ങനെ ഇട്ട് ഓടിക്കുമ്പം വണ്ടിയുടെ ലൈഫും വളരെ കുറയുകയും ചെയ്യും. നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ മെയിൻ പ്രതിഭാസമാണ് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുക. അത് നമുക്ക് ഈ റോഡുകളിൽ പലയിടത്തും കാണാൻ പറ്റും. ഹെൽമെറ്റ് വയ്ക്കാറില്ല. പഞ്ചാബികൾ മാത്രമല്ല ഹെൽമെറ്റ് വയ്ക്കാത്തത്, തലയിൽ ടർബൻ ഇല്ലാത്തവരും ഹെൽമെറ്റ് വയ്ക്കാറില്ല. മഴയാണെങ്കിൽ കൂടി വെക്കില്ല. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ വണ്ടികൾ ഒട്ടും കെയർ ചെയ്യില്ല. അത് മഴയാണെങ്കിൽ കൊള്ളാം, വെയിലാണെങ്കിൽ കൊള്ളാം. ക്രെറ്റ പോയത് കണ്ടോ? ഓൾട്ടോ ആണെങ്കിലും ഭയങ്കരമായിട്ട് വെള്ളം തെറിപ്പിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എത്ര അണ്ടർബോഡി കോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഡസ്റ്റ് അടിയിൽ ചെന്നിട്ട് റസ്റ്റിങ് വേഗമെന്നുണ്ടാവും വണ്ടികൾക്ക്. അതുകൊണ്ട് വെള്ളത്തിൽ കൂടെ പോകുമ്പം സൂക്ഷിച്ച് വെള്ളം തെറിപ്പിക്കാണ്ട് അധികം പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും വണ്ടിക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഡെലിവറി ബോയ്സിനെ സമ്മതിക്കണം കേട്ടോ. മഴയാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും അവർക്ക് അവരുടെ ജോലി ചെയ്തേ പറ്റൂ. ഇവിടെ ഈ അണ്ണൻ്റെ വണ്ടി വെള്ളത്തിൽ ഓഫായി പോയി, വീണ്ടും സ്റ്റാർട്ടായതുകൊണ്ട് ആ അണ്ണൻ രക്ഷപ്പെട്ടു. ഇവിടെ ലെഫ്റ്റിൽ കൂടെ ഓട്ടേക്ക് വരുന്ന ചേട്ടനെ കണ്ടോ? ഹെൽമെറ്റ് ഇല്ല, ഒന്നുമില്ല. വെള്ളപ്പൊക്കമാണെങ്കിലും പ്രശ്നമില്ല. ലെഫ്റ്റേക്ക് കണ്ടോ? വൈപ്പർ മടക്കി വെച്ചിരിക്കുന്നത്. മഴയായതുകൊണ്ടായിരിക്കും. ഭാര്യയോടൊട്ടും സ്നേഹമില്ലാത്തൊരു ചേട്ടനാണ്. കാല് പൊക്കാൻ പറഞ്ഞില്ല വെള്ളത്തിൽ. ഇപ്പോൾ വരുന്ന സ്വിഫ്റ്റ് കണ്ടോ? അതിൻ്റെ ബമ്പറിനകത്തുനിന്ന് വരെയാണ് വെള്ളം തെറിക്കുന്നത്. എന്നാൽ അവൻ്റെ പോക്കിനും ഒരു ഇതുമില്ല. വളരെ വെറൈറ്റി രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തൊരു ഓട്ടോറിക്ഷ നമുക്ക് കാണാം. ഈ പഞ്ചാബിൽ ഒരുപാട് ഇങ്ങനത്തെ വണ്ടികൾ കാണാൻ കിട്ടും നമുക്ക്. ഇവിടെ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. 4 പൂ എടുത്ത് വെക്കുക. അണ്ണൻ്റെ പോക്ക് കണ്ടോ? ഹെൽമെറ്റ് ഇല്ല. നിങ്ങൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ പൊക്കോ. പക്ഷേ ഈ പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഇത് സൂക്ഷിച്ച് പോവുക. ആ വെള്ളക്കെട്ടിൽ അങ്ങനെ പോകുന്ന ആ രീതി കണ്ടോ? ഒരു ഹെൽമെറ്റൊക്കെ വെച്ച് കൊടുക്കുക പിള്ളേർക്ക്. ഈ വെള്ളത്തിൽ കൂടെ ഒരു സ്കൂൾ ബസ് പോകുന്ന സ്പീഡ് കണ്ടോണേ. വെള്ളമൊക്കെ തെറിപ്പിച്ച് പിള്ളേർക്ക് ഭയങ്കര ഒരു വണ്ടർലയിലെ ഒരു റൈഡേ കയറിയ ഒരു ഫീലായിരിക്കും ഈ ചേട്ടൻ്റെ കൂടെ പോകുമ്പോൾ. നമ്മൾ പഞ്ചാബിലെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു വണ്ടിയാണ് താറിൻ്റെ റോക്സ്. അത് ഇഷ്ടം പോലെ കാണാൻ പറ്റും. എനിക്ക് സ്കോർപ്പിയോ ഉണ്ട്, കുറേ ഉണ്ട്. ഇപ്പം തന്നെ കണ്ടോണം 3 താറിനെ നമുക്ക് കാണാം. അടുത്തൊരു താറ് പോകുന്നു. അത് നോർമൽ താറാണ്. നോർമൽ താറിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് വീണ്ടും ഒരു താറ്. നമുക്ക് ഒരു മിനിറ്റിൽ തന്നെ നമുക്കൊരു 10-20 താറിനെയൊക്കെ കാണാൻ പറ്റും. ഇടയിടെ അത് EV സ്കൂട്ടറാടെ, വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഓടിക്കല്ലടേ. മീൻ കൊണ്ട് ചാർജ് ചെയ്യുമ്പോൾ അറിയാം. എനിക്ക് ഈ ഫാമിലിയെ കണ്ടപ്പോൾ വിഷമം തോന്നി. കാരണം ബാക്കിൽ അവർ ആ കുടയും പിടിച്ചിരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പം നമുക്ക് പഞ്ചാബിൽ ഒരുപാട് ഇങ്ങനത്തെ സീൻസ് കാണാൻ പറ്റും. പെട്ടി ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ട് ആ കുഴിക്കകത്ത് പട്ടാക്കെന്ന് പറഞ്ഞ് വീഴുന്നുണ്ടോ? കട്ടാക്ക്. സസ്പെൻഷനൊക്കെ ഊരിപ്പോടെ, പയ്യപ്പോടെ കണ്ടാ. അതിൻ്റെ ഇടയ്ക്കൂടെ ഇരട്ടിക ചേട്ടൻ. ഇത് നമ്മുടെ നേരത്തെ മറ്റേ പൂച്ചേട്ടൻ. ആ ചേട്ടൻ കാല് പൊക്കി വെച്ചിട്ട് അങ്ങ് പോയി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. സെറ്റോ. അവരുടെയൊക്കെ കാര്യം ഭയങ്കര കഷ്ടമാട്ടോ. ഏത് സമയത്ത് അവർക്ക് ഡെലിവറി കൊടുക്കണം. അല്ല, മഹീന്ദ്രയുടെ വണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ. കറക്റ്റ് ചേട്ടൻ വന്നാണ്ട് ഇടയ്ക്കൂടെ കയറി പറന്ന്. ഈ ഇലക്ട്രിക് ബൈക്ക് ഈ വെള്ളത്തിൽ കൂടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഈ ഇലക്ട്രിക് ബൈക്ക് ഓടിച്ചതിന് കംപ്ലൈൻ്റ് ആവത്തില്ലേ? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത ബൈക്ക് ചേട്ടന്മാർക്ക് തന്നെ അറിയത്തില്ല എങ്ങോട്ട് പോകണമെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. ഹെൽമെറ്റും ഇല്ല.
അങ്ങനെ സംഭവിച്ചു ഗൈസ്. ആ ചേട്ടൻ്റെ വണ്ടിക്കകത്ത് വെള്ളം കയറി, ഓഫായി. പാവം. ഇനോവ ഹൈക്രോസ് വരുന്നുണ്ട്, അടിപൊളി, ഭയങ്കര ലുക്കാട്ടോ വണ്ടി. ഒരു രാജകീയ ഫീലാണ് വണ്ടി പോകുന്ന കാണാൻ. എനിക്ക് ആ ബൈക്ക് പോകുന്നുണ്ട് അപ്പോൾ ഷോലെ സിനിമയായിട്ടോ ഓർമ്മ വന്ന ദോസ്തി തോടെങ്കി ഈ പാട്ട് പാടാൻ അറിയത്തില്ല കേട്ടോ. ഇത് ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടാണ് അങ്ങേയറ്റത്തുനിന്നൊരു ഫോർച്യൂണർ വരുന്നുണ്ടോ, ഭയങ്കര രാജകീയമായിട്ട് ആ വെള്ളത്തിൻ്റെ നാട്ടിൽ കൂടെ ഭയങ്കര രസമല്ലേ വരുന്നതാണ്. ഇപ്പോൾ പോയി എൻഡവർ കുറേ ഉണ്ട് കേട്ടോ. എൻഡവർ, ഫോർച്യൂണർ, അങ്ങനെ ഈ വലിയ വലിയ വണ്ടികൾ കുറേ നമുക്ക് പഞ്ചാബിൽ വന്നാൽ കാണാൻ പറ്റും. ഹരിയാന രജിസ്ട്രേഷനും ഡൽഹി രജിസ്ട്രേഷനും ചണ്ഡീഗഡ് രജിസ്ട്രേഷനും പഞ്ചാബ് രജിസ്ട്രേഷനും ഇഷ്ടം പോലെ വണ്ടികൾ കാണാൻ പറ്റും. നല്ല അടിപൊളി സാധനങ്ങളൊക്കെ. ശരി, ഇനോവ ഭയങ്കര രസമല്ലേ പോണാണ്. അതിൻ്റെ ആ കുഴി കയറി ഇറങ്ങുന്നുണ്ട്, അധികം ഒരു ചാട്ടമൊന്നുമില്ല. ഇത് 2 മഹീന്ദ്രയുടെ പുതിയ സ്കോർപ്പിയോ. എനിക്ക് പക്ഷേ പുതിയ സ്കോർപ്പിയൊക്കെ ആയിട്ടുള്ള ഇഷ്ടം പഴയ സ്കോർപ്പിയോ ആണ് കേട്ടോ. അങ്ങനെയുള്ളൊരു കമൻറ്റ് ചെയ്യണേ. ഒരു കാലഘട്ടത്തിൻ്റെ വണ്ടിയാണ് ആ പോകുന്നത്, ക്രൂസ്, ഷെവർലെ ക്രൂസ്. ഓടിക്കാനൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ, പക്ഷേ വേറെ ലെവൽ വണ്ടിയാണ്. ഈ ഏരിയാസ് ഇത്രയും ഫ്ലഡഡ് ആകാനുള്ള മെയിൻ റീസണുകൾ ഇത് കണ്ടോ. അവിടെ ഒരു സൊസൈറ്റിയിൽ നിന്ന് വെള്ളം അടിച്ച് പമ്പ് ചെയ്ത് റോഡിലേക്ക് വിടുന്നുണ്ടോ. ഇങ്ങനെ ഇവിടെയുള്ള സൊസൈറ്റികളിൽ എല്ലായിടത്തുനിന്നും വെള്ളം ഇങ്ങനെ റോഡിലേക്ക് വിടും. അതുകൊണ്ടാണ് മെയിൻലി ഈ റോഡിൽ ഇത്രയും വെള്ളക്കെട്ട് വരുന്നത്. ഒന്നാമത് ഡ്രെയിനേജും ഇല്ല റോഡിൽ. ഞാൻ ഇവിടുത്തെ ഹൈവേ കൂടെ ഒന്ന് ബൈക്ക് എടുത്തുകൊണ്ടൊന്ന് കറങ്ങിയായിരുന്നു. എൻ്റെ റെയിൻകോട്ടില്ല, ഹെൽമെറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ പകുതി പേർക്കും ഇല്ലാത്തതാണ് സാധനം ഹെൽമെറ്റ്. എന്തായാലും ഞാൻ അത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ റോഡുകൾ ഭയങ്കര അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫ്ലൈ ഓവറുകളും എല്ലാം അടിപൊളിയാണ്. ഹൈവേ ആണ്, ഭയങ്കര അടിപൊളിയാണ് ഇതൊരു വണ്ടി ഓടിക്കാനൊക്കെ. ഹൈവേയിൽ ആണെങ്കിലും ചെറിയ റോഡിലാണെങ്കിലും ഇവിടെ ആൾക്കാർ അധികം റൂൾസ് പാലിക്കില്ല റോഡിൽ. ഈ പെങ്കൊച്ച് കൈ കൊണ്ടൊരു സാധനം കാണിച്ചേ. ഞാൻ ഓർത്തു അവിടെ നിലത്ത് കണ്ട് കിടപ്പുണ്ടെന്ന്. നിലത്തൊന്നും ഇല്ലായിരുന്നു. ഈ ലെഫ്റ്റിൽ കൂടെ മാത്രമേ ഓവർടേക്ക് ചെയ്യാവൂ എന്നാണോ കുഞ്ഞുദ്ദേശം, എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് എൻ്റെ സൊസൈറ്റിയുടെ വാതിക്കെടുത്തപ്പോൾ അവിടെ ആണെങ്കിൽ കൊടും വെള്ളപ്പൊക്കം. പിന്നെ അതിനകത്തോടെ എങ്ങനെയോ വീഴാതെ കയറി സൊസൈറ്റിയുടെ ഉള്ളിൽ കയറി. അതിനകത്തും വലിയ മെച്ചമൊന്നുമില്ല, വെള്ളപ്പൊക്കമൊക്കെ തന്നെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്, ടാറ്റാ.